യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവൻ താൻ. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവൻ താൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മരണത്തിലും പ്രത്യാശ എന്ന വിഷയത്തെ നാം ഇതിനോടകം ചിന്തിച്ചു വരികയാണല്ലോ. നാം ചിന്തിക്കുമ്പോൾ അനേക രക്തസാക്ഷികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ എല്ലാം അന്ത്യത്തിൽ വളരെ പ്രത്യാശയോടുകൂടെ ആയിരുന്നു അവർ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് രക്തസാക്ഷിത്വം വഹിച്ച് അവര് വിജയികളായി ചേരുവാനായിട്ട് ഇടയായി തീർന്നു. യേശുവിനെ അവസാനമായി കണ്ട കണ്ണിയിൽ ഒരാളാണ് പോളികാർപ്പ്. 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ അദ്ദേഹം സ്മുർണയിൽ ശക്തമായ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. AD 156 ആ വലിയ പീഡയുടെ സന്ദർഭം അനേകരെ ദുഷ്ടമൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞും എരിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞും തിളച്ച എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തുമൊക്കെ കൊന്നുകൊണ്ടിരുന്ന ആ പ്രത്യേക കാലഘട്ടത്തിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ രാജാവ് പോളികാർപ്പിനോട് പറയുന്നതായി കാണുവാനായിട്ട് കഴിയും. എന്നാൽ അദ്ദേഹം അതിന് പറഞ്ഞതായ മറുപടി, കഴിഞ്ഞ 86 വർഷമായി ഞാൻ ക്രിസ്തുവിനെ സേവിച്ചു വരുന്നു. അവിടുന്ന് എനിക്ക് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല. യാതൊരു ദോഷവും ചെയ്യാത്ത എൻ്റെ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും എന്നാണ് താൻ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. തന്നെ ദഹിപ്പിക്കേണ്ടതിന് വേണ്ടിയിട്ട് ചിത ഒരുക്കി വിറക് തടികൾ ആ ചിതയ്ക്ക് ചുറ്റുമായിട്ട് കൂമ്പാരമായി കൂട്ടി അതിൻ്റെ നടുവിലുള്ളതാകുന്ന ഒരു തൂണിൽ പോളികാർപ്പിനെ ആണിയടിച്ച് ആ ചിതയിൽ ഒരുക്കി നിർത്തിയിട്ട് ചിതയ്ക്ക് തീ കൊടുക്കുവാനാണ് അവർ പ്ലാൻ ചെയ്തത്. എന്നാൽ അദ്ദേഹം ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു, സ്വയം ദഹിക്കുവാൻ ധൈര്യം തന്നവൻ കുറ്റിയോട് ചേർന്ന് നിൽക്കുവാനും എനിക്ക് ധൈര്യം നൽകും. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ആണിയടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യസമേതം ആ ചിതയിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിത്തു. അങ്ങനെ ആ ചിതയ്ക്ക് തീയിട്ടു. എന്നാൽ ആ ചിതയിൽ തന്നെ കൊല്ലുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം അഥവാ സ്വർണം പോലെ ശോഭിക്കുന്നതാണ് അവർക്കേവർക്കും കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ചിതയിൽ നിന്നുകൊണ്ട് താൻ ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ആ ചിതയ്ക്ക് പോലും തന്നെ കൊല്ലുവാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ, ദഹിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ ഒരു പടയാളി ഓടിച്ചെന്നൊരു നീണ്ട കുന്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മാർവ് കുത്തി പിളർക്കുവാനായിട്ട് ഇടയായിത്തു. അങ്ങനെ ആ മാർവിൽ നിന്നൊഴുകിയതാകുന്ന ആ രക്തം ചിതയെ കെടുത്തുവാൻ ഇടയായി. എങ്കിലും ആ ചിതയിൽ താന് എരിഞ്ഞ് ശോഭിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് ഇടയായി തീർന്നത്. അതേ പ്രിയമുള്ളവരെ, അനേകർ പ്രകാരം ക്രിസ്തുവിനെ കണ്ടപ്പോൾ, നിത്യത കണ്ടപ്പോൾ, ഇവിടെയുള്ളതായ തങ്ങളുടെ ജീവിതം ഏതുമില്ല എന്ന് എണ്ണിക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അനേക ദൈവമക്കൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ ചരിത്രമാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അതേ ഗലാത്യ ലേഖനം അതിൻ്റെ 5:16 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇന്ന് ജഡത്തെ പോഷിപ്പിക്കേണ്ടതിനു വേണ്ടി ജഡീക ഇച്ഛകളുമായിട്ട്
നിഗളം, താഴ്മയില്ലാത്ത അവസ്ഥകള്, അഹങ്കാരങ്ങൾ, ആ അധികാരഭ്രമം, ഇങ്ങനെ ജഡീക ഇച്ഛകളോടുകൂടി ഓടുന്ന അനേകർ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ ഈ ജഡം എപ്പോഴാണെങ്കിലും ഇവിടെ ഉരിഞ്ഞു കളഞ്ഞേ മതിയാകത്തുള്ളൂ. എന്നാൽ അതിനപ്പുറമായി നമുക്കൊരു നിത്യ ജീവിതമുണ്ട്. അതാണ് കർത്താവ് നോക്കുന്നത്. ദേഹം ദേഹി, ആത്മാവിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആത്മാവ് ജഡത്തെയും അതേപോലെ ദേഹിയെയും അത് കീഴ്പ്പെടുത്തി ജീവിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ സംഭവിച്ചത് ആ ജഡം അഥവാ മനുഷ്യന്റെ ശരീരം ആത്മാവിനെയും ദേഹിയെയും കീഴ്പ്പെടുത്തിയതാണ് പാപം മുഖാന്തരം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്നും ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്രകാരം ആത്മാവിനെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ.